നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ജനുവരി 4-ന് തിരുവനന്തപുരത്ത് തുടക്കമാവും. സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടക്കമായി. കാഞ്ഞങ്ങാട് സൗത്തിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടിലേക്ക് പാഞ്ഞു കയറി ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. ടാങ്കർ ലോറി ഡ്രൈവർക്കും വഴിയാത്രക്കാരനും പരിക്കേറ്റു. കാസർഗോഡ് നഗരത്തിന് മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലം കൂടിയാണിത്. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങൾ ഇനി ഹരിത സ്ഥാപനങ്ങൾ. ഉദുമ MLA CH കുഞ്ഞമ്പു പ്രഖ്യാപനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. BD ലേബർ യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ സമ്മേളനം നടന്നു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാതല സമര പ്രഖ്യാപന കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്വർണ്ണക്കപ്പ് പ്രയാണം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന കൗമാര കലോത്സവത്തിന്റെ ഏറ്റവും ആകർഷകമായ 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് എല്ലാ ജില്ലകളിലും എത്തിക്കുന്നത് ഇതാദ്യമാണ്. അലങ്കരിച്ച വാഹനം സ്വർണ്ണക്കപ്പുമായി കാഞ്ഞങ്ങാട്ടു നിന്നും പുറപ്പെട്ടു. 14 ജില്ലകളിലെയും സ്വീകരണത്തിന് ശേഷം ജനുവരി 3-ന് കലോത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെത്തിക്കും. 4-നാണ് കലോത്സവം തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം കലാകിരീടം കണ്ണൂരിനായിരുന്നു. അതിനാൽ സ്വർണ്ണക്കപ്പ് സൂക്ഷിച്ചത് കണ്ണൂർ ട്രഷറിയിലാണ്. കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ ഏറ്റുവാങ്ങി. ഇരുവരും ചേർന്ന ഹോസ്തൃക സബ് ട്രഷറിയിൽ എത്തിച്ച് കപ്പ് കൈമാറി. ഇന്ന് രാവിലെയാണ് സ്വർണ്ണക്കപ്പ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്വർണ്ണക്കപ്പ് പ്രയാണം ഉദ്ഘാടനം ചെയ്തു. 63-ാം സ്കൂൾ കലോത്സവത്തിന് ഓവറോൾ ട്രോഫി കൊടുക്കാനുള്ള സ്വർണ്ണക്കപ്പാണ് ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ഇത്തവണ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവമാണ് ഈ സ്കൂളിലെ കലോത്സവം എന്ന് പറയുന്നത്. അത് 61-ാം കലോത്സവം എനിക്ക് നേരിട്ട് കാണാൻ കാസർഗോഡ് കഴിഞ്ഞു. കാസർഗോട്ടെ ജനങ്ങൾ വളരെ കലാഹൃദയമുള്ളവരാണ്, കായിക ബോധമുള്ളവരാണ്. അതുകൊണ്ട് 61-ാം കലോത്സവം ഇവിടെ നടക്കുമ്പോൾ രാത്രിയും പകലും ഓരോരോ വേദികളിൽ ആപാലവൃദ്ധം ജനങ്ങളും അത് ആസ്വദിക്കാൻ എത്തുന്നത് ഞാൻ കണ്ടതാണ്. 62-ാം കലോത്സവം എൻ്റെ ജന്മനാടായ കൊല്ലത്ത് വെച്ചായിരുന്നു. അതിലും എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി. കഴിഞ്ഞ കലോത്സവം നിങ്ങൾക്കറിയാം, കൊല്ലത്തു നിന്നാണ് ട്രോഫി നേടി ഈ സ്വർണ്ണ കപ്പ് കണ്ണൂരെത്തുന്നത്. കഴിഞ്ഞ തവണ വിജയതരം അണിയിച്ചത് കണ്ണൂരാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ കാസർഗോഡ് തൊട്ടടുത്ത ജില്ലയാണ്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലയിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയോടെ വയനാട്ടിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടിലേക്ക് പാഞ്ഞു കയറി ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽ ടാങ്കർ ലോറി ഡ്രൈവർക്കും വഴിയാത്രക്കാരനും പരിക്കേറ്റു. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിൽ ടാങ്കർ ലോറി വീട്ടിലേക്ക് പാഞ്ഞു കയറി. അപകടത്തിൽ വഴിയാത്രക്കാരനും ടാങ്കർ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് അപകടം. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ടാങ്കർ നിയന്ത്രണം വിട്ട് ഇരുനില വീട്ടിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. സൗത്തിലെ KT തോമസിന്റെ വീട്ടിലേക്കാണ് ഇടിച്ചു കയറിയത്. മതിൽ തകർത്ത ടാങ്കർ വീടിനിടിച്ചു നിന്നു.
സൺഷെയ്ഡ് ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ വഴിയാത്രക്കാരനെയും ഡ്രൈവറെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് നഗരത്തിന് മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലം കൂടിയാണിത്. 1.25 കിലോമീറ്ററോളം നീളമുള്ള പാലത്തിന്റെ 29 സ്പാനാണുള്ളത്. അവസാന സ്പാനിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പാലം ഗതാഗത സജ്ജമാകുന്നതോടെ കാസർഗോഡ് നഗരത്തിന്റെ മുഖഛായ തന്നെ മാറും. ദേശീയപാത 66 വികസനത്തിൽ കാസർഗോഡിന് തിളക്കമാർന്ന ഒരു അധ്യായം കൂടി ചേർത്തുകൊണ്ട് നഗരത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. 1.25 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പാലത്തിന് 29 സ്പാനുകളാണുള്ളത്. 29ാമത്തെ സ്പാനിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. 28ാം ദിവസം തട്ടഴിക്കുന്നതോടെ കാസർഗോഡ് മേൽപ്പാലം സജ്ജമാകും. 6 വരിപ്പാതയിലെ വയറിംഗ് ജോലികളെല്ലാം ഇതിനിടയിൽ തന്നെ പൂർത്തിയാക്കും. കറന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിൽ നിന്നും തുടങ്ങി നുള്ളിപ്പാടി അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലാണ് പാലം അവസാനിക്കുന്നത്. മൊത്തം 30 തൂണുകളുണ്ട്. 39 കിലോമീറ്റർ ദൂരമുള്ള തലപ്പാടി ചെങ്കള ദേശീയപാത റീച്ചിൽ ഉൾപ്പെട്ടതാണ് കാസർഗോഡ് ടൗണിലെ മേൽപ്പാലം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയാണ് ഈ റീച്ചിന്റെ കരാറുകാർ. കുതിച്ചുയരുവാൻ വെമ്പുന്ന പക്ഷിയുടെ മാതൃകയിലാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ തോളിനും നട്ടെല്ലിനും സമാനമായ നിർമ്മാണ രീതിയാണിത്. ആധുനിക നഗര സൗന്ദര്യത്തിന് മാതൃകയായി ഇത്തരം പാലങ്ങൾ വിലയിരുത്തപ്പെടുന്നു. പാലത്തിന്റെ അടിയിൽ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്നത് ഇതിന്റെ പ്രധാന നേട്ടമാണ്. ദക്ഷിണേന്ത്യയിൽ വിശാഖപട്ടണം, മൈസൂരു, ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിലാണ് വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുള്ളത്. ഇവിടെ പരമാവധി വീതി 26.5 മീറ്റർ വരെയാണ്. എന്നാൽ കാസർഗോട്ടെ മേൽപ്പാലം 27 മീറ്റർ വീതിയുള്ളതാണ്. പുതിയ മേൽപ്പാലം കാസർഗോഡിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക മാത്രമല്ല, ജില്ലയുടെ വികസനത്തിന് ഉത്തേജനമേകുക കൂടി ചെയ്യും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലമെന്ന നിലയിൽ ഇത് കേരളത്തിന്റെ അഭിമാനം കൂടിയാണ്. സംസ്ഥാനത്ത് അതിവേഗ റോഡ് യാത്ര ഒരുക്കുന്ന ദേശീയപാത 66 നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത വർഷം പകുതിയോടെ തന്നെ കാസർഗോഡ് തിരുവനന്തപുരം 6 വരിപ്പാതയിലൂടെ വാഹനങ്ങൾക്ക് ചീറിപ്പായാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങൾ ഇനി ഹരിത സ്ഥാപനങ്ങൾ. ഉദുമ MLA CH കുഞ്ഞമ്പു പ്രഖ്യാപനം നടത്തി. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾ, ഓഫീസുകൾ, അംഗൻവാടികൾ എന്നിവ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന ഹരിത സ്ഥാപനങ്ങളായി ഉദുമ MLA CH കുഞ്ഞമ്പു പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ശുചിത്വ സുസ്ഥിര സുന്ദര ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം നടത്തിയത്. 39 അംഗൻവാടികൾ, 15 വിദ്യാലയങ്ങൾ, 15 സ്ഥാപനങ്ങൾ, 98% വാതിൽപ്പടി ശേഖരണം, 90%ഓളം ഹരിത അയൽക്കൂട്ടങ്ങൾ എന്നിവയാണ് ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചത്. ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ മുക്ത വാരമായി ആചരിക്കും. എല്ലാ തോടുകളും മാലിന്യമുക്തമാക്കുന്നതിന് പരിപാടികൾ ആസൂത്രണം ചെയ്തു. ജനുവരി 26-ന് പഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും. നമ്മൾ കേരളീയർ, മലയാളികൾ 2-3 കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകതയുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരം ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവരാണ്. പണ്ടായ ആയിരുന്നില്ല അവിടെ പറഞ്ഞു, പണ്ട് കുളിക്കണമെന്നില്ല, ഇപ്പോൾ എല്ലാവരും കുളിക്കും. 2 നേരം കുളിക്കും. 2 നേരം കുളിക്കുന്നെങ്കിൽ 2 നേരം കുളിക്കണം. സോപ്പിട്ട് കുളിക്കും. നമ്മൾ പ്രത്യേകതയാണ്. ചിലർക്ക് സോപ്പ് നമ്മൾ സാധനമേ വാങ്ങില്ല. പിന്നെ നമ്മൾ നല്ല വസ്ത്രം ധരിക്കും. അലക്കി ഒരു ദിവസം ഇട്ടാൽ പിറ്റേ ദിവസം അലക്കി ഇസ്തിരി ഇട്ട് നല്ല വസ്ത്രം ധരിക്കുന്നവരാണ്. പരിപാടിയിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ, K ബാലചന്ദ്രൻ, സൂരജ് V, അബ്ദുറഹ്മാൻ, ജയശ്രീ KV, V ഗീത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കൊക്കിന് പരന്ന പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയ കുറുക്കന്റെ ബുദ്ധിയാണ് മോദിക്കുള്ളതെന്ന് ബിനോയ് വിശ്വം. മോദി സർക്കാരിന് ജനങ്ങളുടെ വികാരം മനസ്സിലാകുന്നില്ല. ഹൃദയത്തിന് പകരം കരിങ്കല്ലാണ് മോദിക്കുള്ളത്.
വയനാട് ദുരിതത്തിൽപ്പെട്ട എല്ലാവരുടെയും കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. രാഷ്ട്രീയ അന്ധതയാണ് മോദി സർക്കാരിനുള്ളതെന്നും കഴുത്തിൽ കുത്തിപ്പിടിച്ച് കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. കേരളം ആദ്യം മുതലേ ആവശ്യപ്പെട്ടു വരുന്ന കാര്യമാണ് വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയി പ്രഖ്യാപിക്കണമെന്നത്. ഇത്രയും കാലം കാത്തിരുന്ന് 154 ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധോദയമുണ്ടായിരിക്കുന്നു. ആ ദുരന്തം ഒരു സിവിയർ നേച്ചറിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കാൻ. അതാണ് കേന്ദ്ര ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിന്, മോദി ഗവൺമെൻറ്റിന് മനുഷ്യൻ്റെ സങ്കടങ്ങളൊന്നും മനസ്സിലാകില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് കരിങ്കല്ല് സ്ഥാപിച്ച ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ഒരു പഴയ കഥയുണ്ട്. ആ കഥയിലെ വില്ലനോ നായകനോ ഒരു കുറുക്കനാണ്. ആ കുറുക്കൻ ഒരു കൊക്കിനെ വിരുന്നിന് വിളിച്ചു. എന്നിട്ട് കൊക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞണ്ടൻ സൂപ്പ് ഉണ്ടാക്കി വെച്ചു. അത് വിളമ്പിയത് ഒരു പരന്ന പാത്രത്തിലായിരുന്നു. ഒതിച്ച് വെള്ളമറക്കാനല്ലാതെ ആ കൊക്കിന് ഒറ്റ തുള്ളി പോലും കുടിക്കാൻ പറ്റിയില്ല. കഥയിൽ നിന്ന് ആ കുറുക്കൻ ഇന്ത്യയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, രാഷ്ട്രീയത്തിലേക്ക്. ആ കുറുക്കൻ്റെ പേരാണ് മോദി ഗവൺമെൻറ്. പരന്ന പത്രത്തിൽ സൂപ്പ് വിളമ്പിയ കുറുക്കനെ പോലെ മോദി ഗവൺമെൻറ് പറയുന്നു, നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. പക്ഷെ വൈകിയത് വഴി വയനാടും കേരളവും പ്രതീക്ഷിച്ച ന്യായമായൊന്നും കിട്ടിയിട്ടില്ല. അതെപ്പോൾ കിട്ടുമെന്നുള്ള ചോദ്യം ബാക്കിയാണ്. ഏറ്റവും മുഖ്യമായ കാര്യം, വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുകയാണ്. അതൊരു പഴയ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ കൂടിയ ബാങ്കുകളുടെ യോഗം ഒരുപോലെ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം സമ്മതമെന്ന് പറഞ്ഞു. പക്ഷെ തീരുമാനം വരേണ്ടത് അവിടെ നിന്നാണ്. റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. ആ തീരുമാനം വന്നിട്ടില്ല. കേരള ഗവൺമെൻറ്റിന് കഴിയുന്ന ഒരു ബാങ്കുണ്ട്, അത് കേരള ഗ്രാമീൺ ബാങ്കാണ്. ആ ബാങ്ക് ഒഴികെ മറ്റൊരു ബാങ്കും വയനാട്ടിലെ പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടില്ല. ഈ കുറുക്കൻ ഗവൺമെൻറ്റിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കണം. ദുരന്തത്തിൽപ്പെട്ട പാവങ്ങളുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളാൻ ഞങ്ങൾ ബന്ധപ്പെട്ട ഓരോ ബാങ്കിനും നിർദ്ദേശം കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറയണം. അതുണ്ടായിട്ടില്ല. CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്ന CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പഴയ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യം വളരെ ഗൗരവമായി CITU ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം, പരമ്പരാഗത മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ, മറ്റ് ചില മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ക്രൈസിസുകൾ. ഇതിനെ ഏത് നിലയിലാണ് നമുക്ക് ക്രമീകരിച്ച് പോകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്കറിയാം, ഈ പഴയ ഇപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ മുമ്പിൽ എന്താ വെച്ചാൽ, മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ മനുഷ്യന് അസാധ്യമായ നിലയിലേക്ക് പല കാര്യങ്ങളും ഇന്ന് ലോകത്ത് എന്ത് ചെയ്യുന്നുണ്ട്. ഏരിയ പ്രസിഡന്റ് ടി കുട്ടിയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VB പ്രസന്നകുമാരി, A മാധവൻ, T നാരായണൻ, കാറ്റാടി കുമാരൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KV രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time.
Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. ബിഡി ലേബർ യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ സമ്മേളനം നടന്നു. CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അടൂട്ട് AKG ഭവനിൽ നടന്ന ബിഡി ലേബർ യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ സമ്മേളനം CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ബിഡി ലേബർ യൂണിയന്റെ അജാനൂർ ഡിവിഷൻ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ആദ്യമായി CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുക. CITU എന്ന് പറയുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിനകത്ത് രൂപമെടുത്ത് ഏതാണ്ട് 54 വർഷം കടക്കുകയാണ്. 1970 മെയ് മാസം 30-31 തീയതികളിൽ ബംഗാളിൽ വെച്ചാണ് CITU എന്ന് പറയുന്ന ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടന രൂപം കൊള്ളുന്നത്.
DV അമ്പാടി, P. കാര്യമ്പു, ചന്ദ്രൻ K എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ സെക്രട്ടറി PP തങ്കമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. VV നളിനി രക്തസാക്ഷി പ്രമേയവും P. കാർത്യായനി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ബിഡി തൊഴിലാളികളുടെ ക്ഷേമാനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാതല സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി 22 നടത്തുന്ന സൂചന പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ജില്ലാതല സമര പ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചു. കാഞ്ഞങ്ങാട് മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനുവരി 22-ാം തീയതി ഒരു പണിമുടക്കിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ജീവനക്കാരുടെയും അധ്യാപക സംഘടനയുടെയും നേതാക്കന്മാരുൾപ്പെടെ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്ത് ഇത്തരമൊരു പണിമുടക്കിന് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഒരു ഭാഗത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പണിമുടക്കിലേക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി പോകേണ്ടി വന്നിരുന്നില്ല. എനിക്ക് തോന്നുന്നു 2013 ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിൽ 6 ദിവസത്തെ പണിമുടക്കിന് കേരളത്തിൽ അധ്യാപകരും ജീവനക്കാരും പ്രഖ്യാപനം നടത്തിയത്. സമരസമിതി ചെയർമാൻ സുനിൽകുമാർ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, സമരസമിതി ജില്ലാ കൺവീനർ ബിജു രാജ് CK, KGOF ജില്ലാ സെക്രട്ടറി ഷിജോ KA, E. മനോജ് കുമാർ, വിനയൻ കല്ലത്ത്, രാജീവൻ MT എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPI പാടംതോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P. കല്ലളൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു. CPIM പാണംതോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P. കല്ലളൻ അനുസ്മരണം പാണംതോട് പരിസരത്ത് സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പാശ്ചാത്യനായ അലൻ ഒക്ടാവിയൻ ഹ്യൂം, ബ്രിട്ടീഷുകാരനെ. 1915 കൂടിയിട്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ഇതേപോലെയുള്ള ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി, ദരിദ്രനാരായണന്മാർക്ക് വേണ്ടി, വംശീയതയ്ക്കെതിരായി, ഗോത്രവർഗ വികാരത്തിനെതിരായി, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തി ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ. P. രാമകൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, N. ബാലകൃഷ്ണൻ, കരുണാകരൻ കുന്നത്ത്, A. തമ്പാൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, P. മിനി, K. ബിന്ദു, TV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. P. രഞ്ജിത്ത് സ്വാഗതവും അഡ്വക്കേറ്റ് P. ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂവി അഡ്മിറൽസ് അസോസിയേഷന്റെ 2024 വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ ഉദനൂരിലെ AG ഖമറുദ്ദീൻ ഏറ്റുവാങ്ങി. മൂവി അഡ്മിറൽസ് അസോസിയേഷന്റെ 2024 അവാർഡ് വിതരണം കൊച്ചി ക്യൂൻസ് ബേ പാർക്കിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. സിനിമാ മേഖലയിൽ 2.5 പതിറ്റാണ്ടായി ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചു വരുന്ന അസ്ലം പുല്ലേപ്പടി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളായി ശ്രദ്ധേയ പ്രവർത്തനം നടത്തിവരുന്ന പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ സ്വദേശി AG ഖമറുദ്ദീൻ, ഒറ്റക്കണ്ണി മിനി സിനിമയുടെ സംവിധായകൻ കാസർഗോഡ് സ്വദേശി റമീസ് കമാൽ എന്നിവരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഫ്ലഷ് എന്ന സിനിമയിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ യുവ സിനിമാ നടൻ പ്രണവ് പ്രശാന്ത് കൊച്ചി ക്യൂൻസ് ബേ പാർക്കിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. സുനിൽകുമാർ പച്ചാളം, നവാസ് അമീർ, K. ഫിറോസ് എന്നിവർ സംസാരിച്ചു. AG ഖമറുദ്ദീൻ, റമീസ് കമാൽ എന്നിവർ മറുപടി പ്രസംഗിച്ചു. തുടർന്ന് ലവ് ഫോർ കൊച്ചി ട്രൂപ്പിന്റെ ട്രാക്ക് ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബേക്കൽ അഗ്രോ കാർണിവൽ കൃഷി ഒരു വ്യവസായം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രദേശത്തെ നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കരയിൽ സംഘടിപ്പിച്ച ബീക്കൽ അഗ്രോ കാർണിവലിൽ കൃഷി ഒരു വ്യവസായം എന്ന വിഷയത്തിലുള്ള കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. CPCRA സയന്റിസ്റ്റ് ഡോക്ടർ PP ഷമീന ബീഗം, കാസർഗോഡ് KVK ചീഫ് ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ നിലോഫർ ഇല്യാസ് കുട്ടി എന്നിവർ വിഷയാവതരണം നടത്തി. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യുന്നവരാരെങ്കിലും ഇതിലുണ്ടോ ഈ കൂട്ടത്തിൽ? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കൈമുക്കാം. അറിയില്ല. സംരംഭകരാ അല്ലെങ്കിൽ സംരംഭകർ അല്ലെങ്കിൽ സംരംഭകരാണെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? താല്പര്യമുള്ളവരാണ് ഈ ക്ലാസ്സിൽ വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഒരു 5-6 പേര്. അപ്പോൾ ഒരാൾ സംരംഭകനാവണമെങ്കിൽ അല്ലെങ്കിൽ ഈ ചേട്ടൻ എന്താണ് ചേട്ടൻ്റെ സർക്കാരിൻ്റെ ഫുൾ ഗ്രാൻഡ് അത്. അപ്പം നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് 5 lakhs സ്കീം വെക്കത്തുള്ളൂ. 5 lakhs അതൊക്കെ പറഞ്ഞാൽ റേസ് RAISE റേസ്. പിന്നെ നിങ്ങൾ ശരിക്കും ഒരു സംരംഭം തുടങ്ങി അത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ ഒരു ഇതാണ് എന്താ പറയുക 25 lakhs സ്കീമുണ്ട്. അത് പറഞ്ഞ PACE. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K. ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. പുല്ലൂർപ്പെര കൃഷി ഓഫീസർ ജയപ്രകാശ് സെമിനാറിൽ മോഡറേറ്ററായി. അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉദുമ, പള്ളിക്കര, അജാനൂർ, പെരിയ, മടിക്കി എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ ശാഖ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കര, വ്യോമ, നാവികസേനകളിൽ രാഷ്ട്രത്തിനു വേണ്ടി വർഷങ്ങൾ സേവനം ചെയ്ത് തിരിച്ചെത്തിയ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട് പഞ്ചായത്ത് പരിധിയിലുള്ള അംഗങ്ങളുടെ കുടുംബാംഗങ്ങളാണ് പങ്കെടുത്തത്. നടക്കാവ് വിമുക്ത ഭടഭവനിൽ നടന്ന കുടുംബസംഗമം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പലതരം കാരുണ്യ പ്രവർത്തനങ്ങളും എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. മിക്കവാറും ഒരു 10-50 വയസ്സ് മുകളിലുള്ളവരായിരിക്കും മിക്കവാറും ഈ കൂട്ടത്തിലിരിക്കുന്നത്. വളരെ ചില ആള് ചെറുപ്പക്കാരുണ്ട് കേട്ടോ, കണ്ടിട്ടില്ലാന്ന് വിചാരിക്കട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് 50 വയസ്സ് കഴിഞ്ഞാലും ഏറ്റവും ചുറുചുറുക്കോടെ, ഏറ്റവും പ്രസരിപ്പോടെ, ഏറ്റവും മുഖത്ത് നോക്കിയാൽ തന്നെ നല്ലൊരു പ്രസരിപ്പുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുള്ളവരാണ്. വയസ്സ് അക്കങ്ങളുടെ ഒരു മാത്രം കണക്കാണ് അല്ലേ. 56, 57 നില പറഞ്ഞു. മുഖത്ത് നോക്കിയാൽ കാണുന്ന ഒരു സന്തോഷം, ഒരു ഊർജ്ജം, ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ നമ്മളിപ്പോൾ 20 വയസ്സിനും 25 വയസ്സിനും വൃദ്ധന്മാരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാര്യത്തിനും പ്രതികരിക്കാതെ, ഒന്നിനും ഇടപെടാതെ ഇല്ലേ. യൂണിറ്റ് പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KSESL കാസർഗോഡ് ജില്ലാ സെക്രട്ടറി V. ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് K. മോഹനൻ, യൂണിറ്റ് സെക്രട്ടറി TP മുകുന്ദൻ, ജോയിന്റ് സെക്രട്ടറി E. രാജൻ, മഹിളാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ, ജില്ലാ നിർവാഹക സമിതി അംഗം PV മനോജ് കുമാർ, ലതാ ബാബു, ബിന്ദു സതീശൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ കലാകായിക മത്സരങ്ങളും വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ തിരുവാതിര കളിയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്
നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. XBSF പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കുടുംബ സംഗമം നടന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ TV പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. XBSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കുടുംബ സംഗമം മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ TV പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴെല്ലാം നമ്മുടെ കേരളത്തിൽ ഈ 14 ജില്ലകളിലും സംഘടനകൾ വളരെ പ്രബലമാണ്. ആദ്യകാലങ്ങളിൽ 2002 ഇത് രജിസ്ട്രേഷൻ ചെയ്തത്. അതിൻ്റെ ആദ്യകാലത്ത് മുൻ പ്രസിഡന്റും സെക്രട്ടറി, ട്രഷറൊക്കെ കുറേ കാലം ഞാൻ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ടൊക്കെ മാറി ഇപ്പോഴത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ജില്ലകളിലും ഞാൻ പോയിട്ടുണ്ട്, കംപ്ലീറ്റ് ജില്ലകളിൽ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും ആസ്ഥാനം ഉണ്ടായിക്കൊടുത്തു. അതിപ്പോൾ ഒരു വലിയ സംഘടനയാണ്. പക്ഷെ എന്തിനാണ് സംഘടന ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സംഘടന അനിവാര്യമാണ്. ജനശബ്ദം ഉയരണമെന്നുണ്ടെങ്കിൽ 1-2 പേരോ നമ്മൾ വാക്കുകൾ പ്രയോഗിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് സംഘടന വേണം. ജനസംഘടന, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. രാജപുരം പോലീസ് സ്റ്റേഷൻ SHO രാജേഷ് P മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ രക്ഷാധികാരി KV മാത്യു ആമുഖ പ്രഭാഷണം നടത്തി. നാരായണൻ പാലാട്ട്, മോഹനൻ P, ലൈസമ്മ ജോൺ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി A മധുസൂദനൻ നായർ സ്വാഗതവും ട്രഷറർ സുകുമാരൻ T നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടനയിലെ കുടുംബാംഗങ്ങളായവരുടെ മക്കൾക്ക് വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖരെയും ഉപഹാരം നൽകി ആദരിച്ചു.
ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ കാസർഗോഡ് CPCRI സയന്റിസ്റ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ കാസർഗോഡ് CPCRI സയന്റിസ്റ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. 20 ശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2021 ദുർഗാപൂജയോട് കൂടിയിട്ട് അവിടെ ഒരു ആദ്യമായിട്ടൊരു അസഹിഷ്ണുത. കാരണം എന്തെങ്കിലും ഒരു റൂമർ കേട്ട ഉടനെ അതിനെതിരായിട്ട് പ്രതികരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു ബഹുസ്വരതയുള്ള രാജ്യത്ത് നടക്കാറില്ല. നമുക്ക് ഭാരതത്തിലും അങ്ങനെയൊന്നും പലപ്പോഴും നമ്മളെന്തെങ്കിലും കേട്ടാൽ അതങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയുള്ളൂ. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട ഗ്രന്ഥം ഒരു വിഗ്രഹത്തിൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ടിട്ടാണ് ആൾക്കാർക്ക് പെട്ടെന്ന് എന്താ പറയുക അജിറ്റേഷൻ തോന്നിയത്. കർഷക മോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ചിന്തകനും സംവാദകനുമായ EP അഹമ്മദ് മാസ്റ്റർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം അധ്യക്ഷനായി. സെക്രട്ടറി ഡോക്ടർ KA ശിവപ്രസാദ് സ്വാഗതവും സംഘടനാ സെക്രട്ടറി P ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. തായന്നൂർ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ഫണ്ട് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. തായന്നൂർ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 19 മുതൽ P ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ഫണ്ട് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. വ്യവസായ പ്രമുഖൻ VK അസീസ് മങ്കയം ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷ് ട്രോഫി താരം ബിജുകുമാർ ലോഗോ പ്രകാശനം ചെയ്തു. ലോഗോ പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ച തായന്നൂരിൻ്റെ നാട്ടുകാരോടും ക്ലബ് അധികൃതരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സംസാരിക്കുന്നില്ല, തായന്നൂരിന് വേണ്ടി കുറേ ടീമിന് വേണ്ടി കുറേ പ്രാവശ്യം കളിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം തായന്നൂരിനെതിരും കളിക്കാനുള്ള ഒരുപാട് പ്രാവശ്യം എതിരും കളിച്ചിട്ടുണ്ട് ടീമിന് വേണ്ടിയിട്ട്. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ A ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ചിത്ര നായർ, അമേച്വർ നാടക പ്രവർത്തകൻ പപ്പൻ ശ്യാമളാലയം, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി കൃഷ്ണൻ, 14-ാം വാർഡ് മെമ്പർ E ബാലകൃഷ്ണൻ, 15-ാം വാർഡ് മെമ്പർ രാജീവൻ ചീരോൽ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ചന്ദ്രൻ കുഴിക്കോൽ സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി വിനോദ് കുമാർ KA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തായന്നൂർ. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. പ്രസിദ്ധമായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടു. നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള നിരവധി ഭക്തരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി യജ്ഞവേദിയിൽ ശ്രീകൃഷ്ണാവതാരം അരങ്ങിലെത്തി. പെരുമ്പാവൂർ ദിവാകരൻ മാഷും സംഘവും അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം കംസവധം യജ്ഞവേദിയിൽ അവതരിപ്പിച്ചു. ശ്രീകൃഷ്ണ വേഷം കെട്ടിയവരുടെ ഉണ്ണിയൂട്ടും കുട്ടികളുടെ ഉറിയടിയും യജ്ഞശാലയിൽ നടന്നു. സ്വാമി ഉദിത് ചൈതന്യയാണ് സപ്താഹത്തിന് നേതൃത്വം നൽകുന്നത്. ജനുവരി 1-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കണ്ണാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ജനുവരി 4-ന് തിരുവനന്തപുരത്ത് തുടക്കമാവും. സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടക്കമായി. കാഞ്ഞങ്ങാട് സൗത്തിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടിലേക്ക് പാഞ്ഞു കയറി ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. ടാങ്കർ ലോറി ഡ്രൈവർക്കും വഴിയാത്രക്കാരനും പരിക്കേറ്റു. കാസർഗോഡ് നഗരത്തിന് മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലം കൂടിയാണിത്. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങൾ ഇനി ഹരിത സ്ഥാപനങ്ങൾ. ഉദുമ MLA CH കുഞ്ഞമ്പു പ്രഖ്യാപനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം.
CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. BD ലേബർ യൂണിയൻ CITU വജാനൂർ ഡിവിഷൻ സമ്മേളനം നടന്നു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാതല സമര പ്രഖ്യാപന കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.